കനത്ത മഴയായിരുന്നു. തോൽക്കുന്നതിന്റെ തൊട്ടു മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ഈ മനോഹരമായ പൂന്തോട്ടമായിരുന്നു ഞാൻ പണിതത്. ഒക്കെ കണ്ട 20 ലിറ്ററിന്റെ നിറച്ചിരി ചാരായാണ്. പോലീസുകാർ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഓടാനും പറ്റി. വയസ്സായവരാണ്, കാല് മാണി തേങ്ങ മാങ്ങ എല്ലാം വക. ഒരു ദിവസം ഞാനാണ് ചാരായ കച്ചവടക്കാരനായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്ന് കോരി കുടിക്കുക, ചെടികളാണ് കോരി കുടിക്കുന്നത്. സങ്കടം വന്നു. നമ്മുടെ സന്ധ്യ ബിജു എന്ന് നമ്മൾ പറഞ്ഞിട്ടപ്പോ റെഡി ക്യാഷ് ലോണിന്റെ പരിപാടിയിൽ ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം വരികയാണ്. അതെ, ദീപാവലിയാണെന്ന്. കനത്ത മഴയായിരുന്നു. കണ്ട നേരം ഭയങ്കര മഴയ. സമയം 5 മണിയായിട്ടല്ലോ. ഞങ്ങള് ദീപാവലിക്കുള്ള ചരാതകളൊക്കെ തുടക്കാണ്. പറഞ്ഞു ചേട്ടന്റെ അടുത്ത് ഇന്ന് വെക്കാൻ പറ്റില്ല, ഭയങ്കര മഴയായിരിക്കും. ഇന്ന് നേരത്തോടെ തുടങ്ങിയിട്ടുണ്ട് മഴ. ഇന്നലെയൊക്കെ ഒരു 7 മണി 8 മണിക്കാ മഴ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വെക്കാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല. ഇതിപ്പോ ഗംഭീര ഒരു മഴ പെയ്ത് തോർന്നു. ഇനിയിപ്പോ അടുത്ത മഴ പെയ്യാൻ പോണു. നല്ല ഇടി. ഇതെല്ലാം ഞങ്ങളിരുന്ന് തുടയ്ക്കാൻ പറഞ്ഞു സരിതോട്. ഞങ്ങളിരുന്ന് തുടക്ക തന്നെയാണ്. അപ്പൊ ഞാൻ ചേട്ടനോട് പറയാം, തോൽക്കുന്നതിന്റെ തൊട്ടു മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. വയ്ക്കാൻ പറ്റില്ലെങ്കിലും അല്ല ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് മഴ പെയ്തില്ലെങ്കിൽ വന്നോളാൻ വരാനാ ഞാൻ പറഞ്ഞ. അമ്മോടും വാവോടും ചക്കരോടൊക്കെ അതുപോലെ സുജിതേരെ അടുത്ത് പിള്ളേരെ കൂട്ടി വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണക്കുപ്പിയും തിരിയും എല്ലാം വാങ്ങിച്ചു ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു മണിക്കൂർ കൂടി സമയമുണ്ടല്ലോ നമുക്ക്. ആ 1 മണിക്കൂറിനുള്ളിൽ കാലാവസ്ഥക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ഒന്നും സംഭവിക്കില്ല. നല്ല മഴ ഒന്നുകൂടി കനക്കും. അതന്നെ നോക്കാം നമുക്ക്. എന്തായാലും നമുക്ക് ഒരു 3/4 മണിക്കൂർ കാണിച്ചിട്ട് കാണാന്നേ. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇവിടെ വയ്ക്കാം, ഇവിടെ മാത്രം വയ്ക്കാം. അത് മാത്രം വെച്ചാൽ ശരിയായില്ലേ? നാളേക്കാണ് നിറച്ച് വെക്കണം. അല്ല, അഥവാ മഴ തന്നെ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ മാത്രം വെക്കാന്ന്. ചവിട്ടുപടിയുമ്പോ പോലും വെക്കാൻ പറ്റില്ല. ചവിട്ടുപടിയൊക്കെ നനഞ്ഞിട്ടാ എടുക്കണേ. മഴ പെയ്ത് കാറ്റടിയില് ഇരുട്ടായിട്ടണ്ട എന്റെ ചരാതു ദൈവങ്ങളെ. മഴേ വെള്ളാരങ്കല്ലും തുള്ളി തുള്ളി ഇപ്പോ ഇടിവിട്ട്. അങ്ങനെ ഇന്നലെ ദീപാവലി കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ ദീപാവലി വളരെ ഭംഗിയായിട്ട് വിപുലമായിട്ട് കാണിച്ചിട്ട് ഇത് തീരെ കുറച്ച് വിളക്കുകൾ വെറുതെ ഈ മഴ കാരണം വെച്ചിട്ട് അത് അതിനെക്കുറിച്ച് പറയാൻ തന്നെ നമുക്ക് മഴ പോയി. മഴ വന്നു. അത് 2021 ഇതുപോലെ കനത്ത മഴ വന്നിട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല എന്നല്ല. ദീപാവലിക്ക് നമ്മൾ വിളക്ക് വെച്ചില്ല. എല്ലാവരും ഇതുപോലെ കുറച്ച്. പിന്നെ ജഗ്ഗു അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എല്ലാവരും തിരിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അല്ല ചേട്ടൻ വെച്ചില്ല, ഒട്ടും വെച്ചില്ല. ബാക്കി എല്ലാവരും മറ്റേ ചെറുചേട്ടൻ അവരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ ക്യാമറയും കൊണ്ടുപോകണ്ടായിരുന്നു. അവന് ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോണിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാണ്ട് നമ്മുടെ കയ്യിൽ ക്യാമറയുണ്ട് സോണിയുടെ. അപ്പം അവൻ ഇടയ്ക്ക് അതും കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കും. മറ്റേ ചന്ദ്രനെയും സൂര്യനെയും പൂക്കളും അതും ഇതൊക്കെ. അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട് അവൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പൊ അങ്ങനെ അവൻ പോയിട്ട് എടുക്കണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ കാണിക്കാൻ മാത്രം ഇല്ല അത് വീഡിയോ. അപ്പൊ നമുക്ക് കാർത്തിക വിളക്കിന് നമുക്ക് പഠിക്കാം. സമയമില്ലെങ്കിൽ മഴയില്ലെങ്കിൽ നമ്മള് ഇന്നലെ ഇവിടെ വന്നിട്ട് മനോഹരമായിട്ട് ഒരു വീഡിയോ ചെയ്തു. എല്ലാവർക്കും ഒരു സത്യന്തിക്കാട് സിനിമ കണ്ട ഫീലായിരുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? സരിത പാട്ടൊക്കെ പാടി അഭിനയിച്ചു. നല്ല രസമായിട്ടുള്ള വീഡിയോ ആയിരുന്നു. കമന്റുകൾ ഇഷ്ടം പോലെ കമന്റുകളാണ് അതിൽ. അപ്പോൾ അതിൽ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കാൻ പോവാണ്. കണ്ട നമ്മുടെ ഈ മനോഹരമായ പൂന്തോട്ടമായിരുന്നു ഞാൻ പണിതത്. ഒക്കെ കണ്ട
വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ. ശോണിതല്ലേ ചേട്ടാ, എല്ലാവരും മറിഞ്ഞു കിടക്കുക. അപ്പൊ ആരാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, സരിതി. സന്ധ്യ വിജയ് എഴുതിയിട്ടുണ്ടായിരുന്നു. സരിതിയും ജഗും കൂടിയിട്ട് വേറെ ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു. സരിതിയും ജഗും കൂടിയിട്ട് ഒരു ഇതൊക്കെ കുറ്റിയടിച്ച് കെട്ടി ഇതാക്ക, ജഗു സഹായിക്കട്ടെ, അല്ല ജഗു ഷൂട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ രണ്ടുപേരും പാചകം ചെയ്യുക, എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ അതായത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ കാര്യം ചേട്ടനോട് ചെയ്യാൻ, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യൽ മാത്രമാണല്ലോ ഞാൻ വരാറ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒക്കെ അപ്പൊ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഞാൻ ഇതിനെ എല്ലാത്തിനും കുറ്റിയടിച്ച് കെട്ടി. ഞാൻ എന്താണെന്നറിയോ, ഇത് പിന്നെ ശ്രദ്ധിക്കാൻ ഞാൻ ഇതിനുണ്ടാവലൊക്കെ കഴിഞ്ഞില്ലേ അല്ലില്ല, അത് ഭംഗിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ കുറച്ച് മുളയൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ സരിതിക്കാണ് ഇതിന്റെ ചെടി കെട്ടണ്ട ചുമതല, ചെടികളൊക്കെ കെട്ടണം. ഞാൻ കുറ്റിയടിച്ച് തരാം. എന്തായാലും ഒരു നല്ല പണിയില്ലത്, കെട്ടല് മാത്രമല്ല സുഖ ചെയ്യാൻ. നമ്മുടെ പൂന്തോട്ടേ അല്ല ഇവിടെ ഇത് ഇങ്ങനെ വെച്ചത് നന്നായിട്ടാ ചേട്ടൻ അങ്ങനെ തോന്നിയത്. ഇനി ഞാൻ കൂടുതൽ വെക്കും. വേറെ നാടൻ ചെടികളും പൂക്കളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടാക്കിയാൻ വേണമെങ്കിൽ ചെത്തി ചെമ്പരത്തി പോലത്തെ സാധനങ്ങളില്ലേ, ആ റോട്ടിൽ നിക്കണമെന്നൊക്കെ കൊമ്പ് വെട്ടിയിട്ട് അതൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ വെച്ചു കൊടുത്താൽ എന്നും പൂവുണ്ടാവും. ഇത് പക്ഷേ എപ്പോഴും പൂവുണ്ടാവണതല്ലല്ലോ. പിന്നെ വഴിയില് ഇതൊക്കെ വെക്കാലോ, വഴിയില് ചെടികളൊക്കെ വെക്കാലോ നല്ല ഭംഗിയില്. പിന്നെ കൊങ്ങിണിയൊക്കെ ഇല്ലേ, കൊങ്ങിണി അങ്ങനത്തെ കൊങ്ങിണിയൊക്കെ കാട് പിടിക്കുന്നതാ. വെട്ടി നിർത്തിയാൽ ഈ കെട്ടാനുള്ള വള്ളി ഇരിക്കണ്ട. അപ്പൊ സരിതിക്ക് ഒരു പണി ഇടയിൽ പണി തരാൻ വെറുതെ ഇരിക്കണ്ട. ഇങ്ങനെ പുല്ല് വലിക്കുക അവിടുത്തെ. അപ്പൊ ഞാൻ കാല് കുത്തി തരാം. വിളിക്കുന്നുണ്ട്. മനസ്സിന് മാനസികമായ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പൂന്തോട്ട നിർമ്മാണം. എല്ലാവർക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സരിത നോക്കിയേ കണ്ടാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ കെട്ടാം. അല്ല ഉദ്ഘാടനത്തെ ഞാൻ കെട്ടണ വെറുതെ കെട്ടിയാൽ ഇത് കണ്ട നോക്കിയേ. വിട്ടോ ഇതെന്താ ഇങ്ങനെ മറയണത്? താഴ്ത്തി കുഴിച്ചിട്ടുണ്ടാണോ? താഴ്ത്തി കുഴിച്ചിട്ടുണ്ടായിരുന്നു. താഴ്ത്തി കുഴിച്ചിട്ടൊന്നല്ല, ലോഡ് കൂടിയിട്ടാണ് പൂക്കള് ലോഡ് കൂടിയിട്ട് കണ്ട ഒന്നൊന്നില്ല. ഇതിങ്ങനെ പുല്ലൊക്കെ വലിച്ചോ? അത് ഞാൻ വലിക്കാം. ഞാനേ ഇന്നലെ ഒരു കഥ വായിച്ചു കേട്ടോ. ആ കഥ വായിച്ചപ്പോ, കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത കഥയാണ് കേട്ടോ. ജീവിത കഥ മറ്റേ രഘുവിന്റെ ഒരു കഥ കേട്ടാ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ പണ്ട് 1996 ഈ ചാരായ നിരോധനം വന്നത്. 96 ഈ ചാരായ നിരോധനത്തിന്റെ കാലഘട്ടം അതിന്റെ മുന്നത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം സാധാരണക്കാരെ വീടുകൾ, ഈ വെള്ളടിക്കാരുള്ള വീടുകളിലൊക്കെ, അതായത് ചാരായം കുടിക്കാനായിട്ട് ചാരായ ഷാപ്പുകൾ അറിയാലോ, ചെറിയ ഓലക്കുടിൽ പോലത്തെ ചാരായ ഷാപ്പ് ഉണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ സാധാരണ എല്ലാവരും പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് വരും. പിന്നെ വീട്ടിൽ ചട്ടി എടുത്തെറിയില്, ചോറും കല എടുത്ത് നിലത്ത് മിറ്റത്തി കലക്കല്, അങ്ങനെ പല പല കലാപരിപാടികൾ ഉണ്ടാവും. അച്ഛനും മക്കളും കെട്ടിമറയില്, ഇടി കൂടിയിട്ടേ മുറ്റത്തൊക്കെ കെട്ടിമറയും, അങ്ങനെ പല പല പരിപാടികളുണ്ടാവും. റോഡ് സൈഡുകളിൽ കുറേ പേരിങ്ങനെ കെടുക്കുന്നുണ്ടാവും, കള്ളു കുടിച്ചിട്ട് പാമ്പുകളെ പോലെ ഇഴയണവരുണ്ടാവും. അങ്ങനെ പല പല ആളുകളെ നമ്മൾ ഇഷ്ടം പോലെ കാണാം. നമ്മുടെ വഴിയിൽ ഇവിടെ തന്നെ 2 ചാരായ ഷാപ്പ് ഉണ്ട്. നമ്മുടെ ക്രിസ്റ്റോറിൻ്റെ അവിടെ ഒരെണ്ണുണ്ട്. പിന്നെ നമ്മുടെ ഇതിവിടെ തൊട്ടടുത്ത് ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ ജോസിന്റെ പിടിയില്ലേ, അവിടെ ഒരു ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു. 2 ചാരായ ഷാപ്പ് ഉണ്ട്. അച്ഛൻ ക്രിസ്റ്റോറിനോട് നിന്ന് വാങ്ങിക്കും, ഇവിടെ നിന്ന് വാങ്ങിക്കും. അച്ഛൻ പല സ്ഥലത്തും കുടിക്കും. അച്ഛൻ കുടിക്കണത്, അച്ഛൻ വരണത് എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛൻ തന്നെ പറയാം അഭിമാനത്തിൽ. കാരണം അച്ഛൻ കടം പറയില്ലേ, കയ്യോടെ കാശ് കൊടുത്തിട്ടാണ് കുടിക്കുക. ബാക്കി പലരും കടം പറഞ്ഞു പോകുന്നു കാശ് കൊടുക്കാണ്ടേ. അത് കാരണം അച്ഛൻ കുടിക്കാൻ വരണത് അതപ്പോഴല്ല, അവിടെ കടത്തിന്റെ പരിപാടി ഇല്ല. ചാരായ ഷാപ്പുകൾ അന്നാന്ന് കണക്ക് കള്ള് ഷാപ്പുകൾ പോലെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കണത്. മനസ്സിലായി. അതിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അപ്പൊ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നിരന്തരം കാണാം. അപ്പോഴാണ് ആ സമയത്താണ് ഈ ചാരായം നിർത്തലാക്കിയത്. അപ്പം നമ്മളെല്ലാവരും നാട്ടുകാർ മുഴുവൻ സന്തോഷിച്ചു. കാരണം വെച്ചാൽ ഇനി ഇങ്ങനത്തെ
പരിപാടികളിൽ ഈ കുടിയന്മാരും ഇതും തെറിവിളിയും അതും ഇതൊക്കെ എല്ലാ ഒരുവിധം വീടുകളിലൊക്കെ ഈ അലമ്പ് തന്നെയാണ് കാണുന്നത്. അത് കണ്ടിട്ടുള്ള ഒരു തലമുറയിലത്തെ ഒരു കണ്ണിയാണ് ഞാൻ, ഒരു കണ്ണിയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴുണ്ട് ചാരായം അതിന് മുന്നേ തന്നെ കള്ളവാറ്റും തുടങ്ങി. കള്ളവാറ്റില്ലേ, ചാരായം വരുന്നത്. അപ്പം ഈ ചാരായം നിർത്തിയപ്പോൾ കൂടിയും തോന്നും ഇല്ല, അപ്പൊ കൂടിയില്ല, അതിന് മുന്നേ കേട്ടാ. അപ്പൊ അതിന് മുന്നേ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചാരായം ഇതുണ്ടായിരുന്നു, മറ്റേ കള്ളവാറ്റ്. ഈ ഓരോ സ്ഥലങ്ങളിൽ വിൽപ്പന ഉണ്ടാവും. പോലീസുകാരും എക്സൈസൊന്നും അറിയാണ്ട് വിൽക്കുന്ന ഒരു കണ്ടമാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ രഘുവിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് എനിക്ക്, അതായത് ഇവരെ വീടിൻ്റെ ഒരു സൈഡ് ഒരു പാടമുണ്ട്. ആ പാടത്ത് അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഫാമിലി ആയിട്ട് തന്നെ. ഇത് ഒടിഞ്ഞല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഈ ചേട്ടൻ ഈ പാടത്തിൻ്റെ സൈഡിലൊരു പൊന്തക്കാടൊക്കെ പോലെ അത്ര. അപ്പം ഇവർ അവിടെ ഒരു കശുമാവൊക്കെ ഉണ്ട്. ആ കശുമാവുമ്പോൾ ഇവന് മനീനും കൂടിയിട്ട് ഇങ്ങനെ കയറി മുകളിലേക്ക് കയറി ഇങ്ങനെ കളിക്കാൻ വർണ്ണിക്കുന്നൊക്കെ ഉണ്ട്. ഇവർ പോണ വഴിയും ഇതൊക്കെ പാടമൊക്കെ വർണ്ണിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കശുമാവുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് ഇതിങ്ങനെ ഞാൻ കയറാൻ പറ്റും. ഇതുമ്പോൾ കയറി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടാണ്. ഇതിങ്ങനെ കയറി നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. ആ സമയത്താണ് ഈ ചേട്ടൻ ഇങ്ങനെ അകലുന്ന 2 പേരായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അങ്ങനെ നടന്ന് വന്നിട്ട് ഈ പൊന്തക്കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്ലാഡർ എന്ന് പറഞ്ഞൊരു കന്നാസ് അതെടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചാരായണ് ഈ സാധനം ഇവർക്ക് കൊടുക്കണു. അവര് കുടിച്ചു കഴിഞ്ഞിട്ട് മോന്ത ഊറ്റി കുടിക്കണു. ഇയാൾ അത് പൊന്തക്കാട്ടിൽ ഒന്നും അറിയാണ്ട് വെച്ചിട്ട് ആരും ചുറ്റുവട്ടമൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. കണ്ടിട്ടില്ല. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്തൊരു ചെയ്തേ, ആ ചാടി ഇറങ്ങിയിട്ട് ഈ ചാരായ കന്നാസ് ഇതില്ലേ ഇത് ഒഴിച്ചു കളഞ്ഞ് ഇവർ പോയി. അത് റോഡ് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ചേട്ടൻ വേറെ 2-3 പേരും വിളിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ നടന്ന് ഗോഡയിൽ നടന്നു വരുന്നത്. അതായത് ഇവര് ഈ ആവശ്യക്കാരെ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് അവർക്ക് കുടിച്ച്, അതായത് ഭയങ്കര നിയമവിരുദ്ധമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അതാണ് ഒരു പരിപാടി. അങ്ങനെ ഇയാള് ബ്ലാഡർ പൊക്കി ഒഴിക്കുക നോക്കിയപ്പോൾ ഈ സാധനം അതിലൊന്നുമില്ല, ഒക്കെ ഒരു ഒഴിച്ച് കളഞ്ഞു. ആര് ഇവര് ചേട്ടനും 2 പേരും ഒഴിച്ച് കളഞ്ഞു. ഒരു നല്ല കാര്യം ചെയ്തു. അപ്പൊ ഞാൻ ആലോചിക്കണേ, അല്ല അത് നമുക്കുണ്ടായ സംഭവം പറയുന്നത് ഞാൻ. അല്ല പിന്നെ അതിലത്തെ കഥ കഴിഞ്ഞ മനസ്സിലായിട്ടില്ല, ആരാന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാള് അവിടത്തൊക്കെ പോയി, ഇവര് അവിടത്തൊക്കെ താമസം മാറിപ്പോയി, പിന്നെ എന്തൊക്കെയാണെന്നൊന്നും അറിയുന്നില്ല. അല്ല ആള് പിന്നെ കള്ളവാറ്റ് വേറെ നടത്തി കൊടുന്നു, അത് വേറെ കാര്യം. കള്ളവാറ്റല്ല, ഈ കള്ളച്ചാരായ വിൽപ്പന നടത്തി തുടങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്കൊരു 10 ജഗു ഇവിടെ അച്ഛനമ്മ ഇങ്ങോട്ട് വാ, താക്കോല് തരാം. നമുക്കിതുപോലെ ഒരു 10-15 വയസ്സ് പ്രായമുള്ള ടൈമിലേ നമുക്ക് വീടിൻ്റെ മുന്നിൽ അവിടെ നെൽകൃഷിൻ്റെ ഇരുന്ന്. അപ്പം വിളഞ്ഞു നിൽക്കണ നെൽകൃഷി, നെല്ല് വിളവായി. അപ്പോഴുണ്ട് ഒരു ദിവസം ഈ കണ്ടത്തിൻ്റെ ഈ കണ്ടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ നടക്കേ, ഈ മറ്റേ ഈ ചൂണ്ടിടാൻ വരുന്നവരൊക്കെ ഇങ്ങനെ വെട്ട് എന്ന് പറയും. ചൂണ്ടിടാൻ ചൂണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടത്തിലിങ്ങനെ ഇത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. ഈ വെള്ളത്തിൽ നല്ല കരിമീൻ, ബ്രാല്, മുശു, കടു ഇങ്ങനത്തെ മീനുകളൊക്കെ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മീനുകളെ പിടിക്കാനായിട്ട് ഇത് ഈ വാഴയുടെ തണ്ടില്ല ഇങ്ങനത്തെ ഈ തണ്ട് മുറിച്ചിട്ട് ഇത്രയ്ക്ക് വന്ന് തണ്ട് മുറിച്ചിട്ട് അതുമേ ഈ ഈറ കെട്ടിയിട്ട് ഈ മീനിൻ്റെ കുളത്തിട്ടിട്ട് അരിയിട്ടിട്ട് മീൻ പിടിക്കാൻ ഇട്ട് വയ്ക്കും. അപ്പം എന്താ വെച്ചിട്ട് ഇവര് നെല്ലൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ടാണ്. അവർക്കറിയില്ല എത്ര കഷ്ടപ്പെട്ടിട്ട് കഞ്ഞി കുടിക്കാനാണ് ഉണ്ടാകുന്ന അറിയാം. ഈ മീൻ പിടിക്കാൻ പറ്റുന്നവർക്ക് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അതൊന്നും ഇല്ല, നോക്കാനായിട്ട് ചുറ്റും നടക്കും. വെള്ളം ഇതിന്ന് ഈ പൊട്ടിയിട്ട് പുറത്തേക്ക് പോകണ്ടോന്നൊക്കെ നോക്കാനായിട്ട് ചുറ്റും നടന്നു നോക്കും. അങ്ങനെ കാലത്ത് പല്ല് തേച്ചിട്ട് ഉമിക്കരി കൊണ്ട് പല്ല് തേച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് കണ്ടമാനം ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ വകഞ്ഞ് മാറ്റിയിട്ട് നെല്ലേ ചവിട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ കേൾക്കണ. മീൻകാരും അങ്ങനെ ചെയ്യില്ല, മീൻ പിടിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യില്ല. നോക്കിയപ്പോൾ അതിൽ നടന്നു നോക്കിയപ്പോഴുണ്ട് കണ്ടത്തിൻ്റെ നടുവിൽ എത്ര 10-11 ബ്ലാഡർ കന്നാസുകൾ 20 ലിറ്ററിൻ്റെ
നിറച്ചിരി ചാരായാണ്. ചാരായ നെല്ലിന്റെ ഉള്ളിലാ, നെല്ലിന്റെ ഉള്ളില് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചോണ്. അകലെന്ന് എവിടുന്നോ ഈ കാട് സൈഡിൽ നിന്നാണ് കൊണ്ടുവന്നിട്ട് അവര് ഇതിൽ നിറച്ച് വെച്ചോണ്. സ്റ്റോക്ക് ചെയ്യാണ്, അതിലുണ്ട് സ്റ്റോക്ക് ചെയ്യണത്. അപ്പൊ എന്നെന്തോ ചെയ്തേ, ആ നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ കോമ്പസ് ഉണ്ട്, ക്യാമൽ ബോക്സിലത്തെ കോമ്പസ് ഉണ്ട്, ആ സാധനം എടുത്ത് കൊണ്ടിട്ട് ഒരു 5-6 അടിയിൽ മൂട്ടിൽ കുത്തി കൊടുത്ത് ചാരായി മുഴുവൻ അതിൽ വാർന്ന് കിടന്നിട്ട് പോയി. എല്ലായിടത്തും കളയാൻ പറ്റില്ല, അവരുടെ ഈ കുത്തുപാളയുടെ കാര്യമാണെന്നൊന്നും അറിയില്ല ഭയങ്കര. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം കാലത്ത് അത് ബാക്കിലൊക്കെ ഒന്നും ചെയ്തില്ലേട്ടാ, അങ്ങനെ വെച്ചു. കാരണം ഇവരൊക്കെ ഭയങ്കര ആളുകളാണേ, ഇവർക്ക് ഭയങ്കര അവർക്ക് എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ അല്ല, ഇത് ചെയ്യണവരൊക്കെ ഭയങ്കര ക്രിമിനൽസ് മൈൻഡ് ഉള്ളവരായിരിക്കും, അവരൊക്കെ എന്തൊട്ട് ആളുകളാന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്തുണ്ട് നോക്കുമ്പോ നമ്മുടെ തോട്ടില് 5-6 ബ്ലാഡർ ഇങ്ങനെ പൊന്തി കിടക്കുന്നു, വെറുതെ ഓട്ട കുത്തിയിട്ടുള്ളത്. അതിലൊക്കെ ചാരായം വാർന്നു പോയിണ്ടാവും. അവരത് ഉപേക്ഷിച്ചു പോയി. അത് ഉപേക്ഷിച്ചു, ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ വെച്ചിട്ടില്ലേ, അതിന് ശേഷം നെല്ലുകണ്ടത്തിൽ വെച്ചിട്ടില്ലേ. അവർക്ക് മനസ്സിലായിണ്ടാവില്ല ഈ നെല്ലുകണ്ടത്തിന്റെ ഉടമസ്ഥരാവും ചെയ്തിട്ടുണ്ടാവാന്ന്. പറയാൻ പറ്റുമോ ഇതൊക്കെ? അല്ല, അതിൽ കൂടെ ഒക്കെ ഇഷ്ടം പോലെ പേര് നടന്നു പോകുന്നതാണല്ലോ അല്ലെ. രാത്രിയിലാണ് ഇത് കൊണ്ടുവന്ന് വയ്ക്കുന്നത്, പാതിരാത്രിക്കാണ് ഇത് കൊണ്ടുവന്ന് വയ്ക്കുക. എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴാണ്. അന്ന് ഈ മറ്റേ കറണ്ടും കയറ്റുന്നൊന്നും അങ്ങനെ ഇതില്ലല്ലോ, വെളിച്ചുണ്ടാവില്ല. അപ്പോ രാത്രി ഇരുട്ടിന്റെ മറ പറ്റിയിട്ടാണ് ഈ വക ഇതുകൾ നടക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്ന രഞ്ജനയിലേ, അവരുടെ ആ കഥ വായിച്ചപ്പോഴേ നമ്മളും അങ്ങനത്തെ ഒരു സംഭവം അല്ലാന്ന്. ഞാൻ ഈ കഥ എഴുതാനായിട്ട് എനിക്കും ഇനിയിപ്പോ എഴുതാനായിട്ട് ഒരു പ്രചോദനമായി എന്ന് പറയാ, കഥകളെ, ഒരു അനുഭവ കഥകളെ. അന്നത്തെ ആ ചേട്ടൻ കഥ എഴുതാൻ പറഞ്ഞ ആ വീഡിയോയിൽ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ചേട്ടനോട് എഴുതാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് വായിച്ചപ്പോ ചേട്ടനൊരു എഴുതിയാലോ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അല്ല, ദിവസം ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ മതി, ഒരു അധ്യായം എഴുതാം ഇല്ലേ? 1 മണിക്കൂർ കൊണ്ട് ഒരു അധ്യായം എഴുതാൻ എന്നുവെച്ചാ പകുതി എഴുതിയാൽ മതി, 2 ദിവസം കൊണ്ട് ഒരു അധ്യായം എഴുതിയാൽ മതി. 1 മണിക്കൂർ മാറ്റി വെച്ചോളൂ ഒരു ദിവസം എഴുതണം. ഈ പൂക്കളൊക്കെ ഒടിഞ്ഞു, ഇതൊന്നും നേരെയാവില്ല, ഇതൊക്കെ ഒടിഞ്ഞു. അതില് പിന്നെ കുറെ ഈ അതിലത്തെ പിന്നെ ഭയങ്കര ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളച്ചാരായം വിൽക്കുന്നവരെ പോലീസ് പിടിച്ചിട്ട് ആദ്യം അടിക്കേ സരിതാ. ആളുകൾ മുന്നേ വെച്ചിട്ടൊന്നല്ല, ഈ റോട്ടിൽ വെച്ചിട്ട് എവിടെ വെച്ച് കിട്ടി കഴിഞ്ഞാൽ അവരെ അടിക്കും, തല്ലും കുറെ. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് അവര് വീണ്ടും ചെയ്യും അല്ലേ? അവര് വീണ്ടും ചെയ്യും. അത് അവർക്ക് കാരണം വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആണല്ലോ. ഭയങ്കര ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇത്, ഈ കള്ളച്ചാരായ വിൽപ്പന. വാറ്റി അയ്യോ നിന്റെ മെത്തി കാണാനില്ല. ഞാൻ പിന്നെ പലരെയൊക്കെ പറ്റിക്കും. ഇവിടെയൊക്കെ പാടാണ് മുഴുവൻ ചാരായ കച്ചവടം നടക്കുന്നത്. ഈ പാടങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലേക്കാണ്, ഓരോ മറയിലും ഇതിലൊക്കെ പറ്റിയിട്ടാണ് ഈ ചാരായ നടക്കുക. ഈ ചാരായ ക്യാനുണ്ട്, ഇത്രയും പോകുന്ന ക്യാനുണ്ട്. ഈ ക്യാൻ ഇവർ ഒളിപ്പിച്ച് വയ്ക്കും. ആ റോഡിൻ്റെ അവിടെ ഈ ചാരായം കുടിക്കാൻ പോകുന്ന ഒരു ഉച്ചരിഞ്ഞാകുമ്പോൾ അങ്ങനെ ഉണ്ട്, പാലത്തിൻ്റെ അവിടെയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി വെക്കും. അപ്പോൾ ഈ ചാരായം കച്ചവടം നടത്തുന്ന ആളല്ലേ, ഈ വാറ്റ് ചാരായം നടത്തുന്ന ആള് അവിടെ നിന്ന് ഇങ്ങനെ ഈ പാടത്തിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ തലയും ഇങ്ങോട്ട് പൊങ്ങും. ഈ നെൽകൃഷിയാണല്ലോ, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഇതിൽ മറ്റേ ജുറാസി പാർക്കിലത്തെ മറ്റേ സാധനം പൊങ്ങണ പോലെ ഇങ്ങനെ പൊങ്ങും. അപ്പൊ അവരെ മുഖത്ത് ഇങ്ങനെ പൂത്തിരി ഇങ്ങോട്ട് വിരിയും. സാധനം ഉണ്ട്, ആള് വിളിക്കുന്നുണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും ഒരുമിച്ചോണ്ട് വരിവരിയായിട്ടാണ് പോയില്ല. 2 പേര് പോയിട്ട് 2 പേര് വന്ന് പോലീസുകാരത് പിടിച്ചു കഴിഞ്ഞാൽ ഓടാനൊന്നും പറ്റില്ല. വയസ്സായവരാണ്, കാല് മാണി തേങ്ങ മാങ്ങ എല്ലാ വക ഇതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടീമുകളാണ് ഈ കുടിക്കാൻ വേണ്ടതൊക്കെ. ഇത് മറ്റേ ഇതിൽ കണ്ടില്ലേ, നമ്മുടെ ഈറ്റ സിനിമയിലാണ്ട് ശങ്കരാടി ഇപ്പോഴും ഭാര്യയോട് ചോദിക്കില്ലേ ഒരു 2 രൂപ നേറി. ആ സമയത്തുള്ള ഒരു ഇതാണ്, ഭാര്യമാരാണ് പെണ്ണുങ്ങളായിരിക്കും ഒരുവിധം പണിക്ക് പോകുക. ആണുങ്ങൾ വെള്ളടിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പറയും 2 രൂപ മോളെ നിൻ്റെ കയ്യിലുണ്ടറി, എൻ്റെ കയ്യിൽ എവിടെ നിന്നാ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവങ്ങളാ. അരി വാങ്ങിക്കാനുള്ള ഞാൻ എവിടെ കുഴിത്തിയേ, ആദ്യം ഇവിടെ തന്നെ കുഴിത്തിയല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഞാനാണ് ചാരായ കച്ചവടക്കാരനായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ പാറാട്ടൻ ടീമുകൾ, പാറാട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ഒരു വയസ്സായിട്ടുള്ള ആള്, കുറേ പേരുണ്ട് വയസ്സായിമാർ, അവർ അവിടെ വന്നിരിക്കാനായിട്ട് ഉച്ച സമയത്ത്. അപ്പം ഞാനൊരു ഇവർക്കൊരു വേഷമുണ്ട്, ഏത് ഈ ചാരായ കച്ചവടം നടത്തുന്നത്. വെള്ള ബനിയൻ, വെള്ള കൈയില്ലാത്ത ബനിയൻ, ഒരു കള്ളിമുണ്ട്,
ഒരു തലയിൽ ഒരു കെട്ട് ഇതൊക്കെ കെട്ടിയിട്ടാണ് ഇവര് നിൽക്കുക. ആ കെട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവരാണ് കച്ചവടം നടത്തുന്നത്, അല്ലെങ്കിൽ വേറെ ആള്. അപ്പൊ ഞാനിതുപോലെ ഈ പാടത്തിന്റെ അവിടെ ഞാൻ എങ്ങനെയുണ്ട് തലക്കെട്ടൊക്കെ ആയിട്ട് ബനിയിലിട്ട് നിന്നൂട്ടാ. എന്നിട്ട് അപ്പൊ പാറേട്ടനവര് ദേ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാട വരമ്പത്തോടെ ചെളി കൂടെയാണ് കിടന്ന് നടന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞാനാണെങ്കിൽ നോക്കിയാ ഇതിലെങ്ങോട്ട് ഓടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട്, നമ്മുടെ വീട് അന്ന് ഒന്നുമില്ലല്ലോ ഇവിടെയൊക്കെ പറമ്പും പാടൊക്കെ അല്ല. ഞാനിങ്ങോട്ട് പറമ്പ് ഇത് കണ്ട് ഓടി ഇങ്ങോട്ട് വന്നു. ഇവിടെ മരം പോയിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് പാറട്ടൻ വീണു. ചെടി കുടിക്കാനുള്ള ആകാംക്ഷയായി വായില് എന്താ പറയാ, അത്രയ്ക്കും രസമുകുളങ്ങള് വായിൽ നിറഞ്ഞിട്ടാണ് ഇവര് വരുന്നത്. എന്നിട്ട് വീണു. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ തിരിച്ചു വരണേ. അപ്പൊ അവിടെ പാലത്തിന്റെ അവിടെ നിന്നിട്ടുള്ള ആരാണ്ട് ചോദിച്ചു, എന്താ പാറട്ട കിട്ടിയില്ലേ എനിക്ക് പറയാ. അപ്പൊ മറ്റാള് പാറേട്ടൻ്റെ ഒപ്പം നടന്ന ആൾ പറയാ, പാറേട്ടനെ ഒരാള് വന്ന് ക്ഷണിച്ചു. അപ്പൊ ഞാൻ പോയി ഈ നടക്കാൻ വിചാരിച്ചു. അങ്ങനത്തെ ഓരോ കാലങ്ങൾ എന്തോരം തമാശ. ആളില്ല, ആള് നമ്മളെ കാണാനില്ല, നമ്മള് അപ്രത്യക്ഷനായി. അങ്ങനത്തെ ഓരോ തമാശ ഇല്ല കേട്ടാ ജീവിതത്തില്. എന്തെല്ലാം പ്രായമായവരുടെ ശാപം വാങ്ങിച്ചു ചേട്ടൻ. ചാരായ ശാപം വാങ്ങിച്ചു വെച്ചു അല്ലേ. അങ്ങനെ ഈ കഥ ചേട്ടൻ മുന്നേ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിലാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. പിന്നെ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ ഈ ചാരായം വിൽപ്പന നടത്തുന്നവരൊക്കെ പോലീസുകാർ ഓടിപ്പിക്കും. നമ്മുടെ വീടിന്റെ മുന്നിലൂടെ അല്ല, പല വീടുകളുടെയും റോട്ടിയോടെ ഇവിടെയൊക്കെ ഏട്ടയ്ക്ക് പോലീസുകാർ ഓടിപ്പിക്കാണോ. ഇവര് പറക്കും. അല്ല, കുമ്പിളികേറ്റത്തുനിന്ന് ഒരു വട്ടം പോലീസ് പിടിച്ചിട്ട് അവിടെ നിന്ന് ചെരിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഈ റോഡുണ്ട് കേട്ടാ, നമ്മുടെ ഇവിടുത്തെ റോഡ് ചേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴൊന്നും ആളുകൾക്ക് അറിയില്ലേ നമ്മളത്. അത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റോഡുണ്ട്, നമ്മുടെ പാലം കഴിഞ്ഞിട്ടുള്ള റോഡ് ഇങ്ങനെ ആകെ കുണ്ടും കുഴിയായിട്ട് മണ്ണ് റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ മറ്റേ ഓരോ കുഴികളാണ്. ഇപ്പോൾ ഈ അതിരപ്പള്ളി വാഴച്ചാല് വെള്ളം വേനൽക്കാലത്ത് വറ്റി കിടന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുപോലത്തെ വഴിയാണ് ശരിക്കും, ആകെ കുഴികളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ആ വീട് പണിയുടെ തറയുടെ ഉള്ളിലാണ് ഈ ചാരായം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ചാരായ കച്ചവടക്കാർ. അപ്പോൾ ഈ വീട് പണിയുന്ന ആള് എന്തോ കളയ്ക്കാൻ തന്നെ ഇപ്പോൾ ഈ സാധനം കണ്ടു. ഈ സാധനം കണ്ട ഒഴിക്കുക ആള് ചാരായം എന്തോ നോക്കിയേ, ഈ ക്യാനിലെടുത്തിട്ട് റോഡിലേക്ക് ഒഴിച്ചു. അപ്പോൾ ചാരായ ആണെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ ഓരോ കുഴിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നേ. അപ്പം നമ്മളവിടുത്തെ ഈ ചാരായം കുടിക്കാൻ പാങ്ങില്ലാത്ത രാമേട്ടൻ ഇങ്ങനെ കുറെ പേരുണ്ട്. ഈ വയസ്സായവരെ, കാശ് കൊടുത്ത് വാങ്ങിച്ചു കുടിക്കാൻ പാങ്ങില്ലാത്തവര്, പറ്റാത്തവര്, അവരൊക്കെ ഓടി വന്നിട്ടേ രാമേട്ടനൊക്കെ വന്നിട്ട് മുട്ടുകൂത്തി വന്നിട്ട് ഇതിന്ന് കോരി കുടിക്കുക. ഈ ചെടികളാണ് കോരി കുടിക്കുന്നത്. പറയുന്നുണ്ട്, ഒഴിച്ചു കളയല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പക്ഷെ അങ്ങനെയൊക്കെ ഒരു കാലങ്ങളുണ്ടായിരുന്നു പറയണ്ടേ ആളുകൾക്ക് ചാരായം. അപ്പൊ എനിക്ക് രഘുവിന്റെ കഥ വായിച്ചപ്പോഴേ ഇതൊക്കെ ഓർമ്മ തോന്നുന്നു, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ. അപ്പൊ മറ്റേ ചേട്ടന്റെ കഥയിലേക്ക് ഒരു എപ്പിസോഡ് കിട്ടിയില്ലേ, ചാരായ എപ്പിസോഡ്. ചാരായ എപ്പിസോഡ് അത് എഴുതുമ്പോ നല്ല ശൈലിയിൽ എഴുതണം മാത്രം നമ്മള്. അതെ, അതന്നെ. ഇതുപോലെ ഇപ്പൊ ഇങ്ങനെ കിടന്ന് കുടിക്കണതൊക്കെ അഭിനയിച്ച് കാണിച്ചില്ല, അതുപോലെ എങ്ങനെയാ? അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ, പറഞ്ഞ് ഫലിപ്പിക്കണം. അല്ല എഴുതി ഫലിപ്പിക്കണം അല്ലേ? എഴുതി ഫലിപ്പിക്കണം. അത് എഴുതാനും ഒരു കഴിവാണ് കേട്ടാ. പിന്നല്ലാണ്ട് അതിങ്ങനെ വായിക്കുമ്പോ നമുക്ക് ഇങ്ങനെ അത് മനസ്സിൽ കാണാൻ പറ്റണം. പരിശ്രമിച്ചോക്കെ. പൂന്തോട്ടത്തിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഇത്ര നേരം വർത്താനം കുറച്ചെണ്ണം ചേട്ടാ കിട്ടിയില്ലേ? അതായത് ഇതില് പറഞ്ഞ പോലെയാ, മറ്റേ ഇതല്ലേ ഈ ജയറാമിന്റെയും പ്രേംകുമാറിന്റെയും കഥയില് കഥാപ്രസംഗ കഥ. അതില് മറ്റേ വീടി രാജപ്പനെ കളരി നടത്താണല്ലോ ഇവര് മറ്റൊരു ഒതുക്കാനായിട്ട്. അപ്പൊ ജഗതി വന്നിട്ട് അതൊക്കെ പറയുന്നേട്ടാ. അപ്പൊ പറയാ എന്താ പറയാ, കളരി മാത്രം കൊടുത്തില്ല, തിന്ന് വന്ന് ശീമപ്പന്നി പോലെ അല്ല എന്താ പറയാ, ഒരു വാക്ക് പറയില്ല, ഞാൻ മറന്നുപോയി. കുറെ കാര്യങ്ങൾ മറന്നുപോയി. കളരി മാത്രം കൊടുത്തില്ല എന്ന്, ബാക്കിയൊക്കെ ഇപ്പൊ നമ്മള് കഥ മാത്രം പറയല് നടന്നു. ഈ പൂന്തോട്ട നിർമ്മാണത്തിന്റെ പണികൾ വേഗാക്കാം.
നമ്മുടെ ഒരു വീഡിയോയിലേ ചേട്ടാ കുടിലിന്റെ അവിടത്തെ മഞ്ഞ കളറിലുള്ള മരം, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സന്ധ്യ ബിജു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ ഇതിന്റെ പേരെന്ന്. അപ്പോ ആ കുട്ടി കമന്റ് ഇട്ടേക്കാ ആ വീഡിയോയിലേ അത് പറഞ്ഞപ്പോ സങ്കടം വന്നു. നമ്മുടെ സന്ധ്യ ബിജു എന്ന് നമ്മൾ പറഞ്ഞേട്ടപ്പോ ആ നിങ്ങളൊക്കെ നമ്മുടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കാറ്. കുറേ പേരുണ്ട് അങ്ങനെ സ്ഥിരം നമുക്ക് കമന്റ് ഇട്ടേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല. പക്ഷെ കമന്റ് നമ്മളിങ്ങനെ എന്നും വായിക്കുമ്പോൾ ഒരേ പേരുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്, ഒരേ പേരുകൾ നമ്മളിങ്ങനെ എന്നും ഇങ്ങനെ എല്ലാത്തിലും കമന്റ് ഇടണവർ. അപ്പം ഇങ്ങനെ അവരെ വായിച്ച് നമുക്ക് അവരോടൊരു ഇത് അടുപ്പം വന്നിട്ടുണ്ടാവും. എന്നും അവർ നമ്മളോട് സംസാരിക്കണ പോലെയല്ലേ. കമന്റ് വായനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നമുക്ക് അവരുമായിട്ട് ഭയങ്കര അടുപ്പാവും. അപ്പോൾ നിങ്ങളെ അറിയില്ല, പക്ഷേ എനിക്കിങ്ങനെ ഈ കമൻ്റൊക്കെ വായിച്ച് ഇങ്ങനെയുള്ളവരെ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും ഇവരുടെ. അത് ശരിക്കും എന്താ രൂപം എന്ന് എങ്ങനെയാണ് കാണാമെന്ന് അറിയില്ലെങ്കിലും എനിക്ക് കുറച്ച് ഈ ഭാവനയിൽ ഇങ്ങനെ കാണലൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പം ഞാനിങ്ങനെ അവരെയൊക്കെ സങ്കല്പിക്കും, അവരെ രൂപം എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടാവും. നേരിട്ട് കാണുമ്പോഴാണ് ആ സങ്കല്പത്തിലുള്ള രൂപം പോലെയാണോ എന്ന് അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എന്ന് തന്നെയാണ് വിചാരിക്കാറ്. അതിങ്ങനെ അറിയാണ്ട് പറയുമ്പോൾ പറഞ്ഞു പോവും. അതങ്ങനെ ഉള്ളിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കരുതി കൂട്ടി പറയണതല്ല, അതിങ്ങനെ പറയണത് അല്ലേ? ശരിയാ അല്ലേ? ശരിയാണ്. എല്ലാവരും തല ഉയർത്തി തുടങ്ങിയപ്പോൾ ഭംഗി വന്നു തുടങ്ങി. ഇവിടെ ഇടയിലത്തെ പുല്ലും കൂടിയും പോകുമ്പോഴാട്ടാ ഭംഗിയാവണം അല്ലേ? കാണുന്ന പോലെ കുറേ കേട്ടാണ്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു മണം. ചെടികളുടെ ഈ ചെണ്ടുമല്ലിയുടെ ഇതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ എനങ്ങുണ്ടല്ലോ ഇടയ്ക്ക് കോർത്ത് പിടിച്ചൊക്കെ ചിലർ. ഇപ്പം ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യണവരൊക്കെ ഇത് ഓരോന്നും ഇങ്ങനെ കെട്ടാൻ അത് വേറെ അപ്പൊ അവരെനിക്ക് തോന്നുന്നത് താഴ്ത്തി കുഴിച്ചിട്ടാ മതി തൈ കൊണ്ടുവരുമ്പോ തന്നെ. അപ്പൊ മറയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭയങ്കര വലിപ്പമുള്ള പൂവല്ലേ, അതുകൊണ്ട് അല്ല മഴ പെയ്യണോണ്ടായിരിക്കും മറഞ്ഞതിൽ ഈ വെള്ളം നിൽക്കണ കാരണം. ഇതിങ്ങനെ ഇതിന്റെ ഓരോ ഈ പൂവിന്റെ ഇങ്ങനെ ഓരോ എതളുകൾ ഇങ്ങനെ കുമ്പിള് പോലെയല്ലേ നിക്കണേ. അതിലൊക്കെ വെള്ളം കയറും. അതിലൊക്കെ വെള്ളം നിൽക്കുമ്പോ ഇതിന്റെ വെയിറ്റ് കൂടുമ്പോ മറയണതാവും അല്ലേ? ചിലപ്പോ അങ്ങനെ ഇരിക്കും. ഞാൻ പെട്ടെന്നൊരു പേടി, ഇതാരി വരണേച്ചു. ചേട്ടൻ പറയാം പൂവൊക്കെ ഇങ്ങനെ കെടുക്കണ പൂവിനൊക്കെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ കെട്ടിയപ്പോ നല്ല ഭംഗിയായിരുന്നു. ഇതിങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് നമുക്കേ ഈ വീണ് കെടുക്കണതിനൊക്കെ കെട്ടാൻ പറഞ്ഞിട്ട്. ചെറിയേട്ടൻ ലോകത്തിൽ ആകെ പാടെ പേടിയുള്ള ഒരു സാധനമാണ് കൊതുക്. എല്ലാവർക്കും കൊണ്ട് കൊതുകിനെ പേടി, അല്ലാണ്ട് ചെറിയേട്ടന് മാത്രല്ല കൊതുകിനോട്. ആർക്ക് കൊതുക് അപകടകാരിയല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, ഈ പശുവിനെ മാത്രമേ പേടിയുള്ളൂ. ഇത് വെക്കുമ്പോ ഞാൻ പറഞ്ഞത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാവില്ലാന്ന്. പക്ഷേ ഈ ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കണ നല്ല കിഴക്കുന്ന് കുറച്ച് സമയം വെയിലുണ്ട്. അത് തോന്നില്ല. വണ്ടി ബുക്ക് ചെയ്താ ചെറിയേട്ടാ? ഒരു സന്തോഷ വാർത്ത, നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം വരികയാണ്. ചെറിയേട്ടൻ ഒരു വണ്ടിയും കൂടി ബുക്ക് ചെയ്തിരിക്കുന്നു. താർ 3 ഡോർ. ഇത് ജഗ്ഗു ഇപ്പൊ സ്കൂൾ വിട്ട് വന്നപ്പോ പറയേ വാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. ഇപ്പോഴത്തെ പുതിയതാ 5 ഡോർ അല്ല 3 ഡോർ അല്ലേ? എന്താ 70 വയസ്സായിട്ട് കിട്ടിയ എന്താ കുഴപ്പം? 70 വയസ്സാകുമ്പോ ഈ കണ്ണ് കാണാണ്ടാവുന്ന ആരാ പറഞ്ഞേ? ഇത് കേൾക്കണ ഇത് കണ്ടോണ്ടിരിക്കുന്ന 70 വയസ്സുകാർക്ക് വിഷമാവില്ലേ അത് പറഞ്ഞേക്കുമ്പോ? ഇപ്പൊ നല്ല ത്രില്ലിലാണ് ചേട്ടൻ. ഇപ്പൊ ടൂറ് ഇനി വണ്ടിയിലാവോ? താറില് ഞാൻ ചെറിയേട്ടന്റെ അടുത്ത് പോയി നിൽക്കാലേ കേക്കില്ല. അയ്യോ പറഞ്ഞോ 10-12 ലക്ഷമൊക്കെ ആയിരുന്നു. ഇപ്പൊ 999 വില. എക്സോറൂം പ്രൈസ് കിട്ടാ. ടാക്സ് ഇൻഷുറൻസ് അതൊക്കെ അടക്കം വരുമ്പോ 11.5 റെഡി ക്യാഷ് കൊടുത്തിട്ടാണോ അതോ? റെഡി ക്യാഷ് ലോണിന്റെ പരിപാടിയില്ല ഇനി. അതെ, ഇനി ലൈഫ് ഇനി സുഖിക്കാൻ പോവാണ് ചെറിയേട്ടനും ചേച്ചി. സച്ചിനും കൂടി വല്ലവരുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവാ അല്ലേ?
പെണ്ണ് കിട്ടണം. അതെ, ഒരു പെണ്ണ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. അല്ല അതല്ല, ഞാൻ നമുക്ക് ജീവിതത്തിലെ ആഗ്രഹം ഇത് കണ്ടപ്പോട്ട് മേടിക്കുന്നു വിചാരിച്ചിട്ടുള്ള ആഗ്രഹമാണ്. താറ് താറൊരു ആഗ്രഹം. അത് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ലേ? ഫോർ വീലല്ലല്ലോ. ഏയ് 4 വീലൊന്നല്ല. എന്നാ കിട്ടാ വണ്ടി? ഈ മാസം കിട്ടും. വാ, അപ്പൊ ഒരു അടിപൊളി ചെലവ് ചെറിയേട്ടന്റെ വക പ്രതീക്ഷിക്കാം നമുക്ക്. അതെ, കുറെ കാലമായിട്ടുള്ള ആഗ്രഹം. ഇത് നമ്മള് ചത്തുപോയി കഴിഞ്ഞാൽ അയ്യോ, അതന്നെ, ചത്തുപോയിട്ട് സ്വർഗത്തിലാ നരകത്തിലാ എവിടെയെങ്കിലും ചെന്നിട്ട് ജീവിച്ചിരുന്നപ്പോ അല്ല, പറ്റണ സമയത്ത് ചെയ്യാലോ. കടം വാങ്ങിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെ, അത് ചെയ്യാൻ പറ്റണ ആഗ്രഹങ്ങളാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് സാധിക്കണമെങ്കിൽ ചെയ്യാ അല്ലേ? അതാണ് ഭയങ്കര ക്രേസുള്ള ആളൊന്നല്ല വണ്ടി ഓടിക്കുക. കാണുമ്പോ ഞാൻ വലിയ കുറെ തരം വണ്ടികൾ കൊണ്ടുവരാം. എനിക്ക് അത്ര വലിയ ഞാൻ നോക്കാറില്ല. പക്ഷെ ഇപ്പോഴും 3 കൊല്ലായി, എത്ര 5 കൊല്ലായി താറ് ഇറങ്ങിയിട്ട്. ഇപ്പോഴും ഞാനൊരു വണ്ടി നിൽക്കുന്നുണ്ട്, ഞാൻ താറിന്റെ ചുറ്റും പോയി ഒന്ന് റൗണ്ട് അടിക്കും ഇന്ത്യയിലൊക്കെ എടുക്കുമ്പോ. ഇപ്പോഴാണത് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. സച്ചിൻ എന്ന് പറയുന്ന ചെറിയ രണ്ടാമത്തെ മോനാണ്. അവന് മഹീന്ദ്രയുടെ ഷോറൂമിലാണ് കേട്ടോ ജോലി. അപ്പൊ അവൻ ഇടയ്ക്ക് ഓരോ വണ്ടികൾ കൊണ്ടുവരും. വണ്ടികൾ കാണുമ്പോ നമുക്കൊന്നും തോന്നാം, അവൻ മറ്റേ 30 ലക്ഷത്തിന്റെ ആ വണ്ടികളെ കൊണ്ടുവരിക അധികം. അവനതാണ് EV കൊണ്ടുവരിക. അത് നല്ല ഭംഗിയാ കാണാൻ. ഇതിപ്പോ താറ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പറഞ്ഞിട്ട് സജീവം ഇവരൊക്കെ ഓടിച്ചോ. ഓടിച്ചു നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടു. അല്ല, ഓടിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വാങ്ങിക്കന്നെ. ഹോട്ടലുണ്ടായിട്ടൊന്നല്ല, അതായത് അവിടെ കിടക്കും ചിലപ്പോ ഹോട്ടലിലായിട്ട്. ഹെക്സയ്ക്ക് ഇപ്പൊ വലിയ ഓട്ടൊന്നുമില്ല. ആകെ സഞ്ജു വരുമ്പോ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ പോലെ കൊണ്ടാക്കൽ അതൊക്കെ ഉള്ളതല്ലേ. പോകുമ്പോ വണ്ടിയിലെ പോവാ. സമയേ വൈകുന്നേരം ഇരുട്ടായി. കൊതുകിന്റെ കൈലാസ. അപ്പൊ കൊതുകിനെ നമുക്ക് പേടിയുണ്ട്. അപ്പൊ ഞങ്ങള് നീങ്ങാണ് കേട്ടോ. തലയിലും മുടിയില്ലാത്ത ചെറിയേട്ടന്റെ തലയിലും വന്നിരുന്ന് കടിക്കാതാണ് ഇങ്ങനെ മൂടി നടക്കണം. പക്ഷെ ഉഷ്ണിക്കില്ലേ? അങ്ങനെ ചൂടൊന്നും ഇല്ലേ? ബാക്കിയുള്ളത് നാളെ കേട്ടാ. ഞാൻ ഫാനാണ്ട് കിടക്കും. അതെ, ഇത്ര കാലം 25 കൊല്ലമായിട്ട് AC മേടിച്ചിട്ടില്ല. പല AC ഞാൻ ഉപയോഗിച്ചിട്ടില്ല.